ഇത്തവണ പകരം വീട്ടണമെന്ന വലിയ ലക്ഷ്യത്തോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഞായറാഴ്ച സ്വന്തം തട്ടകത്തിൽ കളത്തിലിറങ്ങാനൊരുങ്ങുന്നത്. അടിയും ഇടിയും റെഡ് കാർഡുകളും കണ്ട ആദ്യ പാദ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് മുംബൈ വിജയിച്ചിരുന്നു. എന്തായാലും ഞായറാഴ്ച കൊച്ചി മുംബൈയുടെ നരകമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ വമ്പൻ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യത 11 ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഗോൾ കീപ്പർ സച്ചി തന്നെ ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 4-4-2 എന്ന ഫോർമേഷനിലാകും ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. പ്രതിരോധ നിരയിൽ ക്യാപ്റ്റൻ മാർക്കോ ലെസ്കോവിച്ചും ഒപ്പം ഒരുപക്ഷെ ഹോർമിപ്പാം അല്ലെങ്കിൽ മിലോസ്. കാരണം നമുക്കറിയാം മധ്യനിര ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ ഡൈസുക്കി സക്കായി ആദ്യ 11-ൽ എത്താൻ സാധ്യതയുണ്ട്. റൈറ്റ് ബാക്കായി പ്രീതം അല്ലെങ്കിൽ കൂടുതൽ ക്രോസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പ്രബീർ ദാസിനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ്, റൈറ്റ് മിഡിൽ ഡൈസൂക്കി അല്ലെങ്കിൽ രാഹുൽ, സെൻട്രൽ മിഡിൽ ഡാനിഷിനൊപ്പം ഒരുപക്ഷെ ജീക്സൺ എത്താൻ സാധ്യതയുണ്ട്. എങ്കിലും പരിക്ക് മാറി തിരിച്ചെത്തിയ ഉടനെ ആദ്യ 11-ലേക്ക് എത്തിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ വിപിൻ തന്നെയായിരിക്കും. ലെഫ്റ്റ് മിഡിൽ ഐമൻ ആകാനാണ് കൂടുതൽ സാധ്യത. സ്ട്രൈക്കർമാരായി ദിമി പെപ്ര. ഈ ഒരു സാധ്യത ലൈനപ്പ് ഒന്നുകൂടെ നോക്കാം. സെൻട്രൽ ബാക്കുകളായി മാർക്കോ ലെസ്കോവിച്ചും ഒപ്പം മിലോസോ അല്ലെങ്കിൽ ഹോർമിപ്പാം റൂവേയോ. റൈറ്റ് ബാക്കായി പ്രബീർ ദാസോ അല്ലെങ്കിൽ പ്രീതം കോട്ടാലോ. ലെഫ്റ്റ് ബാക്കിൽ നവോച്ച. സെൻട്രൽ മിഡിൽ വിപിൻ അല്ലെങ്കിൽ ജീക്സൺ ഒപ്പം ഡാനിഷ്. റൈറ്റ് മിഡിൽ ഡൈസൂക്കി അല്ലെങ്കിൽ രാഹുൽ. ലെഫ്റ്റ് മിഡിൽ ഐമൻ. സ്ട്രൈക്കർമാരായി പെപ്ര, ദിമിത്രോസ് ഡയമൻഡോക്കോസ്. ഈ ഒരു ലൈനപ്പിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണയുടെ പരിക്ക് എങ്ങനെയാകും മുംബൈക്കെതിരായ ആ ഒരു വമ്പൻ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുക എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാന സംശയം. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനും പ്രതിരോധ നിരയിലെ ക്രൊയേഷ്യൻ വൻമതിലുമായ മാർക്കോ ലെസ്കോവിച്ച് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു പ്രതിരോധ താരങ്ങൾക്ക് വലിയ ഊർജം പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബ് എഫ്സിക്കെതിരായ മത്സരം. നിരവധി അവസരങ്ങളായിരുന്നു പഞ്ചാബ് എഫ്സിക്ക് മുന്നിൽ തുറന്ന് ലഭിച്ചത്. എങ്കിലും അതൊന്നും അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തക്ക വിധം ഡിഫെൻഡ് ചെയ്തത് മാർക്കോ ലെസ്കോവിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയായിരുന്നു. മധ്യനിരയിൽ കൂടുതൽ കളി മെനഞ്ഞ് ഇനി കൂടുതൽ സ്കോർ ചെയ്യുക എന്നത് തന്നെയാകും മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രതിരോധ നിര കൂടുതൽ ഒന്നുകൂടെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ മുംബൈ സിറ്റി എഫ്സിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പെടാപ്പാട് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മധ്യനിരയിൽ കൂടുതൽ കളി മെനഞ്ഞുകൊണ്ട് കൂടുതൽ അറ്റാക്കുകൾ നടത്തി ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.